മുത്തശ്ശി എന്നെ രക്ഷിച്ചത്. മുത്തശ്ശി ഇല്ലായിരുന്നെങ്കിൽ. മുത്തശ്ശി ജീവനോടെ ഇരിക്കുമ്പോ നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും സംഭവിക്കില്ല മോളെ. ചേച്ചി കൂടെ ഇല്ലാതെ വരുൺ എന്നെ കണിമംഗലത്ത് കേട്ടില്ല. കണിമംഗലത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ചേച്ചിയെ കൂടെ കൊണ്ടുപോയേ പറ്റൂ. ഒരിടത്തല്ല മോളെ. അതെ, ചേച്ചി അമ്മയും പേടിക്കണ്ട. നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. അച്ഛനോട് ഇത് ആര് പറയുന്നല്ലേ എല്ലാവരുടെയും പേടി. ഞാൻ പറയാം അമ്മേ. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കട്ടെ. അതിന്റെ പേരിൽ അച്ഛന്റെ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ദേവനാരായണൻ തിരുമേനിക്ക് ഈ ഭൂമിയിൽ അത്രയും ആയുസുള്ളൂന്ന് കരുതിയാ മതി. പ്രിയേ, അച്ഛനോടൊന്നും പറയരുത്. അച്ഛനെ വേദനിപ്പിക്കരുത്. അല്ലാതെ ഇതിനൊരു പരിഹാരം ഇല്ലല്ലോ. ചേച്ചിക്ക് അയാളുടെ കൂടെ ജീവിക്കണ്ടേ, ഭർത്താവിന്റെ കൂടെ. എന്നെ അതിന്ന് ഒഴിവാക്കണ്ടേ. അതിന് ഇതല്ലാതെ വേറെ മാർഗമില്ല. പ്രിയ, നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. അച്ഛൻ ഈ കാര്യം അറിയാൻ പാടില്ല. ഒരിക്കലും അറിയരുത്. എങ്കില് ഒന്നും സംഭവിക്കാത്ത പോലെ എന്റെ കൂടെ കണിമംഗലത്തേക്ക് തിരിച്ചു വന്നേ. വേണ്ട, ഇനി രാധിക മോൾ അങ്ങോട്ട് പോണ്ട. ചേച്ചി കൂടെ ഉണ്ടെങ്കിലേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. അച്ഛൻ അതിന്റെ കാരണം ചോദിച്ചാ അതെനിക്ക് പറയേണ്ടി വരും. എന്താ വേണ്ടെന്ന് വെച്ചാ ചേച്ചി തീരുമാനിച്ചു. കൊല്ലാനും ജീവിപ്പിക്കാനും ഒക്കെ ഇപ്പൊ ചേച്ചിക്കാണല്ലോ അധികാരം. മോളെ, ഇപ്പൊ പ്രിയ പറയുന്ന അനുസരിക്കണം അമ്മ. അമ്മ അമ്മ എനിക്ക് എന്റെ അച്ഛനെ വേണം. എന്നെ വളർത്തി വലുതാക്കി ആ വലിയ മനസ്സിനെ ഇല്ലാതാക്കാൻ എനിക്ക് പറ്റില്ല. മോളെ, ഗതികെട്ടവള അമ്മയുടെ മോള്. പ്രസവിച്ച അമ്മ വലിച്ചെറിഞ്ഞത് മുതല് ജീവിതത്തിനൊപ്പം കൂടിയ ഗതികേട് ഇപ്പോഴും എന്നെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് നടക്കും അമ്മ. നീ എന്ത് മണ്ടത്തരോ മോളെ ഈ കാണിച്ചത്? നീ എന്തിനാ അവളെ കൂട്ടി കണിമംഗലത്തേക്ക് പോകുന്നത്, അതും അവന്റെ മുമ്പിലേക്ക്? ഞാനതൊന്നും ആലോചിക്കാതെ പറഞ്ഞതല്ല മുത്തശ്ശി. ചേച്ചി കൂടെ ഉണ്ടെങ്കിലേ വരുൺ എന്നെ അവിടേക്ക് കയറ്റൂ. പിന്നെ ഞാനിപ്പോ കണിമംഗലത്ത് നിൽക്കുന്നതേ വരുണിന്റെ തണലിലല്ല, വരുണിന്റെ അമ്മയുടെ തണലില. ആ അമ്മ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, വരുണിനെയും രാധികയും അകറ്റണമെന്ന്. അതിനുള്ള ജോലിയൊക്കെ അവിടെ ഉള്ളവര് ചെയ്യുന്നുണ്ട്. അപ്പോ നിനക്ക് കരയിലിരുന്ന് കൈ നനയാതെ മീൻ പിടിക്കാം. കൊള്ളാവടി മോളെ, നിന്റെ ഈ ചിന്ത കൊള്ളാം. ആ, നീ ശ്രദ്ധിക്കണം. കിട്ടുന്ന ഓരോ അവസരത്തിലും കണിമംഗലത്തുകാരുടെ മുന്നിൽ അവളെ തെറ്റുകാരിയാക്കി മാറ്റണം. ഒടുവിൽ അവിടുന്ന് അവരെല്ലാവരും അവളെ വെറുക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയ അവിടുന്ന് ഇറങ്ങുന്ന അവൾ ആറ്റുവാശ്ശേരിയിലേക്ക് പിന്നെ തിരിച്ചു വരില്ല. ഏതെങ്കിലും കായലിലേക്കോ റെയിൽവേ ട്രാക്കിലേക്കോ നടക്കും. അവള് ചത്തിട്ടായാലും എന്റെ മോള് ജീവിക്കണം.
മുത്തശ്ശിയുടെ മോള് നന്നായിട്ട് ജീവിക്കണം കേട്ടോ. കൽപ്പനെ, വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ. പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല ചെറിയമ്മേ. പ്രിയങ്കയുടെ അവസ്ഥ എന്താന്ന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ. ഒന്നുകിൽ അവള് രാധികയെ കൊല്ലും, അല്ലെങ്കിൽ അവള് സ്വയം ചാകും. ആ അച്ഛനും അമ്മയും കൂടി എല്ലാം അങ്ങ് ഇല്ലാതാക്കിയാലോ? കുടുംബത്തിന്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാലോ? ഓ, അത് കഴിഞ്ഞാലും പ്രിയങ്ക നമ്മുടെ അടുത്തേക്ക് തന്നെയല്ലേ വരുന്നേ. അവള് നമ്മള് പറയുന്നതേ ഇപ്പൊ കേക്കൂ. ആ, അത് സത്യ. നമുക്കേ പ്രിയങ്കി ഒന്ന് വിളിച്ചു നോക്കണം. ഏയ് വേണ്ട ചെറിയമ്മേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. വരുൺ, രാധിക എവിടെ? നീ രാധികയായിട്ടല്ലേ ഇവിടുന്ന് പോയത്? നീ എവിടെയായിരുന്നു വരണേ? എന്താ വല്ലാതിരിക്കുന്നേ? തമ്മി തല്ലിച്ച് ചോറ് കുടിക്കുന്നത് കുറുക്കന്മാരുടെ പണിയാ. കാത്തുനിന്നോ, ചുടുചോര തന്നെ കിട്ടും. ചെറിയമ്മേ, ഇനി സംശയിക്കേണ്ട കാര്യമില്ല. അവിടെ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. അതാ അവൻ ഇത്രയും സങ്കടം. ഒന്നും അറിയാതെ ഒരു സമാധാനമില്ല. തമ്മി തല്ലുന്നവർക്ക് അതങ്ങ് ചെയ്താ മതി. കാത്തു നിൽക്കുന്നവരല്ലേ ടെൻഷൻ അടിക്കുന്നത്. ഇഷ്ടപ്പെട്ടിരുന്നവളും പോയി, കൂടെ ഉണ്ടായിരുന്നവളും പോയി. അതിനപ്പുറത്തൊന്നും നടന്നിട്ടില്ല. രഹസ്യം സൂക്ഷിക്കാൻ പഠിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അവളെ തിരിച്ചയക്കാൻ പറ്റി. പക്ഷെ അത് ശാശ്വതമാണോ അമ്മേ? നമുക്ക് പ്രിയങ്ക മോളെ നിർബന്ധിക്കാൻ പറ്റും, രാധിക മോളെ അനുസരിപ്പിക്കാൻ പറ്റും. പക്ഷെ വരുണിന്റെ കാര്യം, ഇന്നു മുതൽ നീ പ്രിയങ്കയുമായി ജീവിക്കണമെന്ന് എഴുതി കൊടുത്ത അതവൻ അനുസരിക്കോ? യശോദേ, ഞാൻ ഒരുപാട് തലമുറകൾ കണ്ടവളാ. ഇഷ്ടമില്ലാത്ത സ്ത്രീകളെ പുരുഷന്മാർ വിവാഹം കഴിക്കുന്നതും ഇഷ്ടമില്ലാത്ത പുരുഷനെ സ്ത്രീ വേൾക്കേണ്ടി വന്നതും ആദ്യമായിട്ടൊന്നും അല്ല ഞാൻ കാണുന്നത്. അങ്ങനെയുള്ളവരെല്ലാ കാലത്തും പിരിഞ്ഞു ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. സാഹചര്യങ്ങൾ അവരെ അടുപ്പിക്കും, ഒന്നിച്ച് ജീവിപ്പിക്കും. വരുണിന്റെയും പ്രിയങ്കയുടെയും കാര്യത്തില് എനിക്ക് ആ വിശ്വാസമുണ്ട്. അമ്മ പറയുന്നത് പഴയ കാലത്തെ കാര്യ. മുതിർന്നവർ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും ചലിക്കാത്ത തലമുറയുടെ കാര്യം. വരുണും പ്രിയങ്കയൊന്നും ജീവിക്കുന്നത് അങ്ങനെ ഒരു കാലത്തിലല്ല അമ്മേ. തലമുറകൾ ഏതായാലും ബുദ്ധിയുള്ളവരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടത്തുന്നതും. ഒരു കാര്യം നീ ഓർത്തോ യശോദേ, രാധികയെക്കുറിച്ച് നീ എന്തൊക്കെ പറഞ്ഞു നടന്നാലും പ്രസംഗിച്ചാലും നീ പ്രസവിച്ച ഒരു മകളാണ് നിനക്കുള്ളത്. അത് നമ്മുടെ പ്രിയങ്കയാ. അവളുടെ ജീവിതത്തിന് വേണ്ടിയാ നീ എന്ത് ചെയ്യേണ്ടതും. അമ്മയുടെ കണക്കുകളല്ലല്ലോ എന്റെ മനസ്സിലുള്ളത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും രാധിക എന്റെ അന്യയാവില്ല. എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചവൾ, എന്നെ ആദ്യം ചേർത്ത് പിടിച്ചവൾ, അവൾക്കില്ലാത്ത അമ്മ സ്ഥാനം വേറെ ആർക്കും കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ ദേവനാരായണനോട് എല്ലാം അങ്ങ് തുറന്നു പറ. വേണ്ടമ്മേ, ആ ഭീഷണി ഫലിച്ചതാ. അതിന്റെ പേരില ഒരു അടിമയെ പോലെ രാധിക പ്രിയങ്കയുടെ കൂടെ വീണ്ടും കണിമംഗലത്തേക്ക് പോയിരിക്കുന്നത്.
അതിനി അമ്മ എടുത്ത് പ്രയോഗിക്കണ്ട. നാണക്കേടാ. അന്ന് ഇതൊക്കെ സംഭവിച്ച ദിവസം പ്രതികരിക്കുമായിരുന്നു ഞാൻ. മറന്നു കളയാൻ ശ്രമിച്ചത് എന്റെ തെറ്റാ. ഇനിയെല്ലാം ഈശ്വരൻ തീരുമാനിക്കട്ടെ. മോനെ, ഡാ, എനിക്ക് നിന്റെ ഈ കിടപ്പ് കാണുമ്പോഴാ ദേഷ്യം വരുന്നത്. ഇത് എന്തിനാടാ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഒരു കിടപ്പ്? ആ നഷ്ടപ്പെട്ടില്ലേ? ഒന്നിക്കാന്ന് വിചാരിച്ച നിമിഷത്തില് എല്ലാം കൂടി അവസാനിച്ചില്ലേ? ആദ്യം നീ ഒന്ന് എഴുന്നേറ്റിരുന്നേ, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ആലോചിച്ച് എഴുന്നേക്കടാ. ആ എഴുന്നേക്ക്. ഇത്രയും കാലം നീ എന്തിനു വേണ്ടിയാ ശ്രമിച്ചുകൊണ്ടിരുന്നേ? അവളുടെ മനസ്സില് നിന്നോടുള്ള ഇഷ്ടം ഉണ്ടോ എന്ന് അറിയാം. അതവള് പറഞ്ഞോ? പറഞ്ഞോന്ന്? ആ പറഞ്ഞു. അവളെ താലി കെട്ടിയത് നീയാണ്, അവളുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞു. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? അല്ല, ആറ്റുവാശ്ശേരി പോലൊരു കുടുംബത്ത് പോയി നീയാണ് എന്റെ ഭാര്യ എന്ന് പറയുമ്പോ പ്രിയങ്ക ഇവിടെ നിൽക്ക്, ഇതാ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തന്നയക്കുമെന്ന് കരുതിയോ? ഈ ഒരു സംഭവം ആ കുടുംബത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ടെൻഷൻ എന്താണെന്ന് നിനക്ക് മനസ്സിലാവൂ? നീ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാ നിനക്ക് മനസ്സിലാവാത്തത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശി. രാധികയുടെ അമ്മ അവളെ കൈപിടിച്ച് തരാൻ തയ്യാറായിട്ട് പോലും അച്ഛനെ കുറിച്ച് ആലോചിച്ചിട്ട് അവള്... ഒരു കുടുംബത്തിലെ പെൺകുട്ടി അവളുടെ കുടുംബത്തിനെ കുറിച്ച് അച്ഛനെ കുറിച്ചും ഒക്കെ നന്നായി ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അതൊരു നല്ല ഗുണമല്ലേ? അങ്ങനെയല്ലേടാ പെൺകുട്ടികൾ വളരേണ്ടത്. മുത്തശ്ശി എന്താ പറയുന്നേ? എടാ, രാധിക നിന്റേതാവാനുള്ള ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. അവരീ മറച്ചു വച്ചതൊക്കെ നിനക്കറിയാമെന്ന് നീ ബോധ്യപ്പെടുത്തിയല്ലോ. ഇനി രാധികയോട് നീ അടുക്കുന്നതിനോടോ സംസാരിക്കുന്നതിനോടോ അവർക്ക് ആർക്കെങ്കിലും എതിർപ്പ് പറയാൻ പറ്റൂ? പിന്നെ യശോദയുടെ കാര്യം, അവരൊരു പാവസ്ത്രീയ. ഇത്രയും കാലം അവരൊരു കാര്യം ഭർത്താവിൽ നിന്നും മറച്ചു വച്ചത് തന്നെ അത്ഭുതം. ഇനിയിപ്പോ ഇതുകൂടി കഴിഞ്ഞ നിലയ്ക്ക് കൃത്യമായൊരു അവസരം വരുമ്പോ ദേവനാരായണൻ തിരുമേനിയോട് യശോദ അത് പറഞ്ഞിരിക്കും. അങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ ഉചിതമായൊരു തീരുമാനം എടുക്കില്ലേ? എത്രയോ ആളുകൾക്ക് പൂജിച്ചെടുത്ത പവിത്രമായ താലി കൈമാറിയിട്ടുള്ള ആളാ. അതിന്റെ മഹത്വം പറഞ്ഞുകൊടുത്തിട്ടുള്ള ആളാ. സ്വന്തം മകളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയോട് ആ ഉത്തരവാദിത്വം അദ്ദേഹം കാണിക്കില്ലേടാ? മുത്തച്ഛന്റെ സംസാരം കേട്ടാ തോന്നും ഒരു പ്രശ്നമില്ലാന്ന്. ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് തന്നെയാ ഈ പറയുന്നത്. എടാ, ഒന്നുമില്ലായ്മയെ കിടന്ന് നീന്തിയിരുന്ന നിനക്ക് പിടിച്ചു കയറാൻ ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടി. അത് ദൈവം തന്നതാ. അവള് പ്രാർത്ഥിക്കുന്ന ദൈവം. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്താ ചെയ്യുമെന്നറിയൂ? എന്താ പറ? എന്റെ പെണ്ണെന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവൾ ഇപ്പോഴും ചില തടങ്കലുകളിലാണ്. അത് മാറുന്നതുവരെ അവള് വേദനിപ്പിക്കാതെ ഞാനും സ്വയം വേദനിക്കാതെ കാത്തിരിക്കാമെന്ന് തീരുമാനിക്കും. അല്ലാതെ ഇങ്ങനെ തളർന്നു കിടക്കാനും മോങ്ങാനും ഒന്നും എന്നെ കിട്ടൂല. അപ്പൊ എല്ലാം മാറുമെന്നാണോ മുത്തശ്ശി പറഞ്ഞു വരുന്നത്? മാറാതെ പിന്നെ എവിടെ പോവാനാ? നീ പേടിച്ചപ്പോഴൊക്കെ ഞാൻ നിനക്ക് ധൈര്യം തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സംഭവിക്കുകയും ചെയ്തു. എടാ, ദൈവങ്ങൾ എല്ലാവരും കൂടി അവധിയെടുത്താലും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല. മനസ്സിലായോ നിനക്ക്? മുത്തശ്ശി ഇങ്ങനെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. ഇപ്പൊ എന്റെ മനസ്സും തണുത്തിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞത് ശരിയാ.
അയാൾ വേദനിക്കാതിരിക്കണം. ഞാനും സ്വയം വേദനിക്കാതിരിക്കണം. ഏടത്തി, ഏതായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവസാനിച്ചത് നന്നായി. ഇനിയിപ്പോ പ്രിയങ്കയോ രാധികയോ ആറ്റുവാശ്ശേരി ഇങ്ങോട്ട് വരില്ല. ശാപങ്ങൾ ഒഴിഞ്ഞു പോയെന്ന് കരുതിയാ മതിയമ്മേ. ചേച്ചി അനിയത്തിയും കൂടെ ഒരു ഭർത്താവിന് പങ്കുവെക്കുന്നത് അവരുടെ സംസ്കാരമായിരിക്കും. പക്ഷേ നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ, അമ്പലത്തിൽ വെച്ച് പ്രിയങ്കയ്ക്ക് എല്ലാം ബോധ്യപ്പെട്ടത് നന്നായി. അല്ലെങ്കിലേ നമ്മളായിരിക്കും കുറ്റവാളികളാവുക. ഏട്ടത്തി ഒരു കാര്യം ചെയ്. ഏട്ടനോടെ ഇനി ഈ കാര്യം പറയാൻ അധികം വൈകണ്ട. ഈ ബന്ധം അവസാനിപ്പിച്ചിട്ട് വരുണിന് നല്ലൊരു പെണ്ണിനെ നോക്കാം. ആ, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് യോജിച്ചത്. കൽപ്പനയുടെ അനിയത്തി ആലോചിച്ചപ്പോ അതങ്ങ് സമ്മതിച്ചാ മതിയായിരുന്നു. ചെറിയ മോന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ അതാണോ സംസാരിക്കണ്ടേ? പാവം അമ്മയുടെ ഇരിപ്പ് കണ്ടില്ലേ? ഓ, ഇതില് കൂടുതൽ എന്തു ഭാരം അമ്മയുടെ തലയ്ക്ക് വരാനുള്ളത്? ഏട്ടത്തി ഉറച്ചു തന്നെ നിക്കണം. എന്നാലേ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവൂ. അമ്മേ, ദേ ആ രാധയും പ്രിയങ്കയും ഒരുമിച്ച് കയറി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇവരെന്തിനാ വീണ്ടും ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? നിക്ക്. സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പുറത്ത് നിന്ന് സംസാരിച്ചാ മതി. എന്താ ചെറിയമ്മ കാര്യം? നീ എന്താ പൊട്ടം കളിക്കാണോ? കൽപ്പനയും നീയും കൂടി അമ്പലത്തിൽ പോയപ്പോ കാണേണ്ടതെല്ലാം നീ കണ്ടതല്ലേ? പിന്നെ എന്തിനാ ഈ നാട്യം? ചേച്ചിയുടെ മനസ്സിലും വരുണിനോട് ഒരു താല്പര്യവുമില്ല. വരുണ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുന്നെ. ഓ, പുതിയ കള്ളക്കഥയായിട്ട് അച്ഛനും അമ്മയും ഇറക്കി വിട്ടതായിരിക്കും രണ്ടുപേരെ. അമ്മേ, ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അമ്മേ, ഞാൻ പറഞ്ഞതാ സത്യം. അമ്മയും ചെറിയമ്മ ഏട്ടത്തെയൊക്കെ പറയുന്നത് പോലെ വരുണിനെ വെറുപ്പിച്ച് അകറ്റാനും എന്നെ വരുണിനെ ഒന്നിപ്പിക്കാനും വേണ്ടിയാ ചേച്ചി ഇപ്പൊ എന്റെ കൂടെ വന്നത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്ക. നാണം ഉണ്ടോടി നിനക്ക്? അതോ ഭർത്താവിനെ പങ്കുവെച്ചോളാൻ അച്ഛൻ അനുഗ്രഹിച്ച് വിട്ടിരിക്കുകയാണോ രണ്ടുപേരെ? എന്തായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായി. നിന്റെ നിന്റെ കുടുംബത്തിന്റെ ആഗ്രഹം നിനക്ക് നല്ലൊരു ഭാര്യ ഭർത്തൃബന്ധമല്ല.
എല്ലാം കൈവിട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടാ നീ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇനി ഞാനൊന്നും നിന്നെ കൺമുന്നിൽ കാണിക്കേണ്ട ആവശ്യമില്ല. കുപ്പയിലിടാനുള്ള ചവറ് പോലെ കണിമംഗലത്ത് നിന്ന് അധികം വൈകാതെ വരുൺ നിന്നെ വലിച്ചെറിയും. അതാ സംഭവിക്കാൻ പോകുന്നത്.